ഒരു ന്യായവിധി ഉണ്ട് എന്ന് അംഗീകരിക്കുവാൻ അനേകർക്കും ബുദ്ധിമുട്ടാണ്. ഈ ആയുസ് കൊണ്ട് സകലവും അവസാനിക്കും എന്ന് ചിന്തിക്കുവാനാണ് എല്ലാവർക്കും ഇഷ്ടം. എന്നാൽ യാഥാർത്ഥ്യത്തെ ആർക്കും മറച്ചു പിടിക്കാൻ സാധിക്കില്ലല്ലോ. എന്താണ് യാഥാർത്ഥ്യം? മനുഷ്യൻ ഒടുവിലായി അവൻ്റെ ജീവിതത്തിൻ്റെ കണക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ടോ? ജീവസന്ദേശത്തിൻ്റെ ബൈബിൾ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്രിസ്തു തൻ്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുമ്പോൾ അവിടുത്തെ കർത്തൃത്വത്തെ അംഗീകരിച്ചവരും അംഗീകരിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമായി വെളിപ്പെടും. ദൈവജനങ്ങൾ ദൈവരാജ്യത്തിൻ്റെ മഹത്വവും അനുഗ്രഹങ്ങളും അനുഭവിക്കുമ്പോൾ ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞവരും അവിടുത്തെ വിശുദ്ധ ജനത്തെ ഉപദ്രവിച്ചവരും ദൈവരാജ്യത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും നിത്യ ശിക്ഷാവിധിക്ക് യോഗ്യരായി തീരുകയും ചെയ്യും. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 26-ാം അധ്യായത്തിൻ്റെ 29 വരെയുള്ള വാക്യം. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൽ ആരംഭിച്ച ക്രിസ്തുവിൻ്റെ ഒലിവുമലയിലെ പ്രഭാഷണം 25-ഉം 24-ഉം അധ്യായങ്ങളിൽ അത് തുടരുന്നതായി നാം കാണുന്നു. 24-ാം അധ്യായം 3-ാം വാക്യത്തിൽ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ച 3 ചോദ്യങ്ങളിൽ രണ്ടാമത്തെ ചോദ്യമായ ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളം എന്തെന്നുള്ളതിൻ്റെ ഉത്തരമാകുന്നു മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിൽ നാം കാണുന്നത്. 25-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 3 ഉപമകളിൽ 2 നാം പഠിച്ചു. ഇനിയും രാഷ്ട്രങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ള അവകാശത്തെ പരിശോധിക്കുന്ന ന്യായവിധിയാകുന്നു 25-ാം അധ്യായത്തിൻ്റെ 31 മുതൽ നാം കാണുന്നത്. 25-ാം അധ്യായത്തിൽ കർത്താവ് ദൈവമക്കളെ തൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കണമെന്ന് ഉദ്ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ചില വാക്യങ്ങളിൽ അത് സത്യമാണ്. മഹോപദ്രവകാലത്ത് ലോകത്തിലുള്ള സകല രാഷ്ട്രങ്ങൾക്കും സകല ജാതികൾക്കും ദൈവത്തിൻ്റെ ദൂത് കേൾക്കുന്നതിനും അത് അംഗീകരിക്കുന്നതിനുമുള്ള അവസരമുണ്ടായിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ ദൂതുമായി ചെല്ലുന്നവരെ, അതെ ക്രിസ്തുവിൻ്റെ സഹോദരന്മാരെ, ലോകം ത്യജിക്കും എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തുവിനെ ത്യജിക്കുന്നതിന് തുല്യമാണല്ലോ. 25-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിലിരിക്കും. ഒലിവുമലയിലെ പ്രഭാഷണത്തിൻ്റെ മൊത്തം നീക്കം ക്രിസ്തുവിനെ ലോകത്തിൻ്റെ സിംഹാസനത്തിൽ ഇരുത്തുക എന്ന ലക്ഷ്യത്തോടെയാകുന്നു. മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ ദൂത് അതത്രേ. വാസ്തവത്തിൽ ബൈബിളിൻ്റെ മൊത്തം ദൂതും അതുതന്നെയാകുന്നു. രാഷ്ട്രങ്ങളെ ന്യായം വിധിക്കുന്നതാണ് നാം ഇനിയും കാണുവാൻ പോകുന്നത്. അപ്പോൾ വ്യക്തികളെ ന്യായം വിധിക്കില്ലേ എന്ന് നിങ്ങൾ സംശയിച്ചേക്കാം. തീർച്ചയായും വ്യക്തികളെ ന്യായം വിധിക്കും. വ്യക്തികൾ ചേരുന്നതാണല്ലോ രാഷ്ട്രങ്ങൾ, ജാതികൾ. എന്നാൽ ദൈവത്തോട് കണക്ക് കൊടുക്കേണ്ടത് രാഷ്ട്രങ്ങളായിട്ടാണ്, ജാതികളായിട്ടാണ്. 32-33 വാക്യങ്ങളിൽ സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. മഹോപദ്രവകാലത്തിൽ ജീവിച്ചിരുന്ന ജാതികളെക്കുറിച്ചാകുന്നു ഇവിടെ പറയുന്നത്. അവർ ഇവിടെ ചെമ്മരിയാടുകളും കോലാടുകളുമായി കൂടിക്കലർന്നിരുന്നതാണ്. അവരെ 2 വ്യത്യസ്ത ഗ്രൂപ്പുകളായി വേർതിരിച്ച് കർത്താവ് ന്യായം വിധിക്കും. 34 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ വരുമ്പോൾ മഹോപദ്രവകാലത്ത് മുദ്രയിടപ്പെട്ട 1,44,000 യഹൂദന്മാർ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഭൂലോകമൊക്കെയും സഞ്ചരിക്കും എന്നും അതുമൂലമുണ്ടാകുന്ന ഫലവുമാകുന്നു കാണുന്നത്. അതായത് മനുഷ്യരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ക്രിസ്തുവിനെ അംഗീകരിക്കുവാനും അവിടുത്തെ ആസന്നമായ വരവിനു വേണ്ടി ഒരുങ്ങുക എന്നുമുള്ള സുവിശേഷം ഈ പറഞ്ഞ 1,44,000 പ്രസംഗിക്കും. ചില രാഷ്ട്രങ്ങൾ ക്രിസ്തുവിനെ തള്ളിക്കളയും.
ദൈവത്തിൻ്റെ ഈ ദൂതുവാഹികളെ അന്തിക്രിസ്തു അന്ന് കൊല ചെയ്യും. അവരെ മാത്രമല്ല, അവർക്കൊരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിക്കുവാൻ കൊടുത്തവർ പോലും തങ്ങളുടെ ജീവനെ അപകടത്തിലാക്കിയാണ് അത് ചെയ്യാറുള്ളത്. ഇന്ന് ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കൊടുക്കുക എന്നതൊരു വലിയ കാര്യമല്ല. എന്നാൽ മഹോപദ്രവ കാലത്ത് അതിന് വലിയ വില നൽകേണ്ടി വരും, സ്വന്തം ജീവൻ പോലും. അതിൻ്റെ അർത്ഥം ക്രിസ്തുവിന് വേണ്ടി ഒരു നിലപാട് സ്വീകരിക്കുക എന്നത്രേ. ജാതികളെ ന്യായം വിധിക്കുന്നതിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവിനെ അവർ അംഗീകരിച്ചുവോ ഇല്ലയോ എന്നതായിരിക്കും. അന്ന് അവൻ പറയുന്നത്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു. കാരണം ഈ വാക്കുകൾ ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നതായിരുന്നു. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷ പ്രാപിക്കുക എന്നുള്ള ദൂതാണത്. അവർ വിശ്വസിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് അതായിരിക്കും. ആ ദൂത് തള്ളിക്കളയുന്നവർ കോലാടുകളായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. അവർക്കൊരു ന്യായവിധി ഉള്ളത് 45 46 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. സകല ജാതികളും സഹസ്രാബ്ദ രാജ്യത്തിൽ പ്രവേശിക്കും. അതിൽ ചില വ്യക്തികൾ ക്രിസ്തുവിനെ ത്യജിക്കും. എന്നാൽ ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ രാഷ്ട്രങ്ങളുടെ മേൽ വരുന്ന ന്യായവിധി ഏതെല്ലാം രാഷ്ട്രങ്ങൾ സഹസ്രാബ്ദ രാജ്യത്തിൽ പ്രവേശിക്കുമെന്ന് തീരുമാനിക്കുവാനാണ്. ഏതെല്ലാം ജാതികൾ, ഏതെല്ലാം രാഷ്ട്രങ്ങൾ. ഈ പറഞ്ഞ ന്യായവിധി മറ്റെല്ലാ ന്യായവിധിയിൽ നിന്നും വ്യത്യസ്തമാകും. ക്രൂശിന് മുൻപ് യേശുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒടുവിലത്തെ സംഭവങ്ങളാണ് മത്തായി എഴുതിയ സുവിശേഷം 26 അധ്യായത്തിൽ നാം കാണുന്നത്. ഈ സുവിശേഷത്തിലെ ഏറ്റവും ദീർഘമായ അധ്യായമാകുന്നു ഈ 26 അധ്യായം. 26 അധ്യായത്തിൻ്റെ 30 വാക്യത്തിൻ്റെ അവസാനം ഒരു ഇടവേളയുണ്ട് എന്ന് തോന്നുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15, 16, 17 അധ്യായങ്ങളിലെ സംഭവങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചേർക്കാവുന്നതാണ്. പിന്നെ മറ്റൊരു സ്വാഭാവിക ഇടവേള 57 വാക്യത്തിൻ്റെ ആരംഭത്തിലാകുന്നു. അവിടെ മുതൽ വേറൊരു അധ്യായമാക്കിയാൽ മതനേതാക്കന്മാരുടെ മുൻപിലെ ക്രിസ്തുവിൻ്റെ വിചാരണ ഒരു പ്രത്യേക അധ്യായം ആകുമായിരുന്നു. ഏതായാലും വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26 അധ്യായത്തിലെ എല്ലാ സംഭവങ്ങളും വിശദീകരണങ്ങളും ക്രൂസിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു. ഇത് വായിക്കുന്ന പലരും കരുതുന്നത് യേശു ആകെ പരാജയപ്പെട്ട ഏതോ ഊരാക്കുടുക്കിൽ അകപ്പെട്ടിരിക്കുകയായിരുന്നു എന്നത്രേ. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. ഇതൊക്കെ സംഭവിക്കുമ്പോൾ എല്ലാം യേശുവിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയായിരുന്നു. താൻ മറ്റേതൊരു സാഹചര്യത്തിലായിരുന്നതിനേക്കാൾ രാജകീയമായിട്ടാണ് ക്രൂശിങ്കിലേക്ക് അടുത്തത്. ഈ സംഭവങ്ങൾ നടക്കുന്നതിന് ഏതാണ്ട് 6 മാസം മുമ്പ് സംഭവിക്കുവാൻ പോകുന്ന സകല കാര്യങ്ങളും കർത്താവ് അക്കമിട്ട് പറഞ്ഞിരിക്കുന്നതായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം ഒരുക്കിയ ടൈം ടേബിളിൻ പ്രകാരം തന്നെയാണ് യേശു നീങ്ങിക്കൊണ്ടിരുന്നത്. അന്നത്തെ മതനേതൃത്വത്തിനും റോമൻ ഭരണകൂടത്തിനും ഇടയിൽ ഞെരിഞ്ഞമർന്നൊരു കുറ്റവാളി അല്ലായിരുന്നു യേശു. ആരും സഹായിക്കുവാനില്ലാതിരുന്നതിനാൽ അവന് ഇങ്ങനെയൊക്കെ സംഭവിച്ചതുമല്ല പ്രിയമുള്ളവരെ. യേശുവിൻ്റെ ഈ അനുഭവങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ അധികം സന്തോഷമാകുന്നു ഉണ്ടാകേണ്ടത്. കാരണം നമ്മിൽ ഓരോരുത്തരുടെയും രക്ഷയ്ക്കായി കർത്താവ് നിർവഹിച്ച വലിയ കാര്യമായിരുന്നു അവിടുത്തെ ക്രൂശ് മരണം. ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന അമ്മയുടെ മുഖത്തെ സന്തോഷമുണ്ടല്ലോ, അതായിരുന്നു യേശുവിൻ്റെ മുഖത്തുണ്ടായിരുന്നത്. അതെ, ആ ക്രൂശിൽ പോലും അവൻ ഒടുവിൽ പറഞ്ഞു സകലവും നിവൃത്തിയായി എന്ന്. ശ്രദ്ധിച്ചാട്ടെ, ഇന്നത്തെ പഠനം നിങ്ങൾക്ക് വലിയ മാറ്റമുണ്ടാക്കുന്ന ചിന്തകൾ ഉൾപ്പെടുന്നതാണ്. 26 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ നാം വായിക്കുന്നത്, ഈ വചനങ്ങളൊക്കെയും പറഞ്ഞു തീർന്ന ശേഷം യേശു ശിഷ്യന്മാരോട് ഈ വചനങ്ങളൊക്കെയും, ഏത് വചനങ്ങളാണ്? ഒലിവുമലയിൽ വെച്ച് അവൻ പറഞ്ഞ വചനങ്ങൾ. യുഗാവസാനത്തെക്കുറിച്ചുള്ള അവരുടെ ചോദ്യങ്ങൾക്ക് യേശു മറുപടി നൽകി. കാലാവസാനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഇപ്പോൾ അവർക്കായി അവൻ്റെ കൈവശം വേറെ ചില കാര്യങ്ങളുണ്ട്. 2 മുതലുള്ള വാക്യങ്ങളിൽ 2 ദിവസം കഴിഞ്ഞിട്ട് പെസഹ ആകുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അന്ന് മനുഷ്യപുത്രനെ ക്രൂശിപ്പാൻ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. അന്ന് മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും കയ്യഫ മഹാപുരോഹിതൻ്റെ മണ്ഡപത്തിൽ വന്നുകൂടി. യേശുവിനെ ഉപായത്താൽ പിടിച്ചു കൊല്ലുവാൻ ആലോചിച്ചു.
എങ്കിലും ജനത്തിൽ കലഹമുണ്ടാകാതിരിപ്പാൻ പെരുന്നാളിൽ അരുത് എന്ന് പറഞ്ഞു. താൻ മരിക്കുവാനായി പോകുന്നു എന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഭാഗമാണ് 2-ാം വാക്യത്തിൽ നാം വായിച്ചത്. ഫിലിപ്പിൻ്റെ കൈസരിയിലെ ആ സംഭവത്തിന് ശേഷം 6 മാസങ്ങൾക്കുള്ളിൽ ഇത് 6-ാമത്തെ പ്രാവശ്യമാണ് യേശു താൻ മരിക്കുവാൻ പോകുന്നതിനെക്കുറിച്ച് കൃത്യമായി പ്രസ്താവിക്കുന്നത്. ഈ 2-ാമത്തെ വാക്യത്തിൽ അവൻ തൻ്റെ മരണത്തിൻ്റെ സമയം നിശ്ചയിച്ചു പറയുന്നു. അതായത് 2 ദിവസങ്ങൾ കഴിഞ്ഞ് പെസഹ പെരുന്നാളിൽ താൻ ക്രൂശിക്കപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞു. പക്ഷേ മതനേതാക്കന്മാരുടെ പദ്ധതി വേറെയായിരുന്നു. ജനത്തിൽ കലഹമുണ്ടാകാതിരിപ്പാൻ അവനെ പെരുന്നാളിൽ കൊല്ലരുതെന്നാണ് മത നേതാക്കന്മാർ പറയുന്നത്. കർത്താവിനെ കൊന്ന അതേ ആളുകൾ ഈ പറഞ്ഞ അവസരത്തിൽ ആലോചിച്ചിട്ട് പറഞ്ഞത് അവർ അവനെ പെസഹ പെരുന്നാളിൻ്റെ സമയത്ത് കൊല്ലുകയില്ലെന്നാണ്. പക്ഷേ ക്രിസ്തു പറയുന്നത് താൻ പെസഹായുടെ സമയത്ത് മരിക്കുമെന്നാണ്. പെസഹ കുഞ്ഞാടാണല്ലോ. ഇതിൽ ആരാണിപ്പോൾ ശരി? എപ്പോഴാണ് അവൻ മരിച്ചത്? പെസഹായുടെ സമയത്ത് തന്നെയാണ് യേശു മരിച്ചത്. ഇത് വ്യക്തമാക്കുന്ന ഒരു വസ്തുത എന്തെന്നാൽ യേശുവിൻ്റെ ശത്രുക്കളല്ല, യേശു തന്നെയാണ് തൻ്റെ മരണത്തിൻ്റെ സമയം നിശ്ചയിച്ചത് എന്നത്രേ. സാഹചര്യം പൂർണ്ണമായും യേശുവിൻ്റെ നിയന്ത്രണത്തിൽ ആയിരുന്നു. മത്തായി എഴുതിയ സുവിശേഷത്തിലെ രാജാവ് യേശു തന്നെയാണ്. മറ്റേതൊരു സമയത്തെ അപേക്ഷിച്ചും കൂടുതൽ സഹായം അറ്റവനായും ബലഹീനനായും അവൻ തീർന്നു എന്ന് തോന്നിയാൽ തന്നെ സകലവും അവൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിന് കീഴായിരുന്നു. യേശുവിനെതിരെ മതനേതാക്കന്മാർക്കുണ്ടായ പക യേശുവിനെ കൊല്ലുവാനുള്ള ഗൂഢാലോചനയിലേക്ക് അവരെ നടത്തി. കാര്യങ്ങൾ അവരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യുവാനാണ് അവർ ആഗ്രഹിച്ചത്. പക്ഷേ അപ്രകാരം ചെയ്യുവാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. സാഹചര്യങ്ങൾ പൂർണ്ണമായും നിയന്ത്രിച്ചിരുന്നത് യേശു തന്നെയായിരുന്നു. അവൻ ക്രൂശിനോട് അടുക്കും തോറും കൂടുതൽ രാജകീയമായി തന്നെയായിരുന്നു. ആ സംഭവത്തിൽ നിന്നും നാം വളരെ ആശ്ചര്യജനകമായ ഒരു വെളിച്ചത്തിലേക്ക് മാറുകയാണ്. 6-7 വാക്യങ്ങൾ. യേശു ബഥാന്യയിൽ കുഷ്ഠരോഗിയായിരുന്ന ശിമോൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ വിലയേറിയ പരിമള തൈലം നിറഞ്ഞ ഒരു വെൺകൽ ഭരണി എടുത്തും കൊണ്ട് അവൻ്റെ അടുക്ക വന്നു. അവൻ പന്തിയിൽ ഇരിക്കുമ്പോൾ അത് അവൻ്റെ തലയിൽ ഒഴിച്ചു. യെരുശലേം പകയുടെയും വിദ്വേഷത്തിൻ്റെയും സ്ഥലമായിരുന്നത് പോലെ ബഥാന്യ സ്നേഹത്തിൻ്റെ ഒരു സ്ഥലമായിരുന്നു. തൻ്റെ മരണത്തിന് തൊട്ടു മുമ്പുള്ള മണിക്കൂറുകൾ യേശു ബഥാന്യയിലാണ് ചെലവഴിച്ചത്. ഈ സംഭവം നടക്കുന്നത് കുഷ്ഠരോഗിയായ ശിമോൻ്റെ ഭവനത്തിൽ വെച്ചായിരുന്നു. ആളുകൾ അവനെ എന്തുകൊണ്ടാണ് കുഷ്ഠരോഗിയായ ശിമോൻ എന്ന് വിളിച്ചിരുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവന് കുഷ്ഠരോഗമുണ്ടായിരുന്നോ? അവൻ ആ രോഗമുണ്ടായിരുന്ന ഒരു സമയമുണ്ടായിക്കാണും. എന്നാൽ യേശു അവനെ സൗഖ്യമാക്കുകയും അവൻ ശുദ്ധനാകുകയും ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ അവന് യേശുവിനോടും മറ്റുള്ളവരോടും കൂടെ ഇരുന്ന് കൂട്ടായ്മ അനുഭവിക്കുന്നതിനും തൻ്റെ ഭവനത്തിൽ അവർക്ക് വിരുന്നു കൊടുക്കുന്നതിനും കഴിയും. കാരണം അവൻ ശുദ്ധമുള്ളവനാണ്. ഇത് അതിമനോഹരമായൊരു ചിത്രമാകുന്നില്ലേ? യേശുവിൻ്റെ ശത്രുക്കൾക്ക് ഇന്നും അവനെ അറിയില്ല. രോഗികളെ സൗഖ്യമാക്കിയ, പാപികളെ സ്നേഹിക്കുന്ന, ദുഃഖിക്കുന്നവരോടൊപ്പം കരയുന്ന യേശുവിൻ്റെ ശത്രുക്കൾക്കറിയില്ല. യേശുവിനെയും അവൻ്റെ ശിഷ്യന്മാരെയും പാപികളായി ചിത്രീകരിക്കുന്ന പുസ്തകങ്ങളും ചലച്ചിത്രങ്ങളും പ്രചാരത്തിലുണ്ട്. അത് ചെയ്യുന്നവർക്ക് യാഥാർത്ഥ്യം എന്തെന്നറിയില്ല. അവർക്ക് കർത്താവിനെ അറിയില്ല. വാസ്തവത്തിൽ അവർ ആത്മീയ കുഷ്ഠം ബാധിച്ചവരാണ്. അശുദ്ധൻ എന്ന് വിളിച്ചുകൊണ്ട് മാത്രമേ അവർക്ക് സത്യത്തിൽ സമൂഹത്തിൽ ജീവിക്കുവാൻ കഴിയൂ. നിങ്ങൾ യേശുവിൻ്റെ അടുത്തേക്ക് വന്ന് അവൻ അശുദ്ധീകരണം പ്രാപിച്ചെന്നാൽ നിങ്ങൾക്ക് അവനോടൊപ്പം ഇരുന്ന് കൂട്ടായ്മ ആചരിക്കുവാൻ സാധിക്കും. അങ്ങനെ ഒരു രംഗമാകുന്നു കുഷ്ഠരോഗിയായിരുന്ന ശീമോൻ്റെ വീട്ടിൽ നാം കാണുന്നത്. അവർ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ വിലയേറിയ പരിമള തൈലവുമായി കടന്നു വന്ന് യേശുവിൻ്റെ തലയും പാദങ്ങളും പൂശി. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ ആ സ്ത്രീ ലാസറിൻ്റെ സഹോദരിയായ മറിയയായിരുന്നുവെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഏതായാലും അവൾ യേശുവിൻ്റെ തലയിലും പാദത്തിലും തൈലം പൂശി. അത് കണ്ട ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു കുശുകുശുപ്പ്. യൂദാ ഇസ്കറിയോത്താവ് ആ അവസരത്തിൽ അവളെ കുറ്റപ്പെടുത്തുവാൻ മുൻകൈ എടുത്തെങ്കിലും മറ്റ് ശിഷ്യന്മാരെല്ലാം കൂടി യൂദായോട് ചേർന്നു.
26:8 നാം വായിക്കുന്നത്, ശിഷ്യന്മാർ അത് കണ്ടിട്ട് മുഷിഞ്ഞു. ഈ വെറും ചിലവെന്തിന്? ഇത് കേട്ടാൽ തോന്നും ഇവർക്കൊക്കെ ദരിദ്രരോട് ഭയങ്കര അനുകമ്പയുണ്ടായിരുന്നുവെന്ന്. പക്ഷേ അവർ പാവങ്ങളെ അല്പമെങ്കിലും കരുതിയിരുന്നുവെന്ന് എനിക്ക് തോന്നുന്നില്ല. പാവങ്ങളെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുകയും തങ്ങളാൽ തന്നെ ഇതുവരെ ഒരു പാവപ്പെട്ടവനെയും സഹായിച്ചിട്ടില്ലാത്തതുമായ ആളുകളെയാണ് ഈ സമയത്ത് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. പാവപ്പെട്ടവരെ സഹായിക്കുവാൻ, അവരെ ഉദ്ധരിക്കുവാൻ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് മൈതാന പ്രസംഗം നടത്തുന്ന എത്രയോ കോടീശ്വരരായ നേതാക്കന്മാരെ നമുക്ക് ചുറ്റും കാണാറുണ്ട്. ഞാൻ പറയട്ടെ, അവരൊക്കെ സഹായിച്ചാലും ഈ പാവങ്ങളുടെ വോട്ടിന് വേണ്ടി മാത്രമാണ് സഹായിക്കുന്നത്. അങ്ങനൊരു കാര്യമാണ് ഈ ശിഷ്യന്മാരിൽ കാണുന്നത്. 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഇത് വളരെ വിലയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ കാര്യം കൃത്യമാണ്. ഇതിങ്ങനെ ചെയ്യേണ്ടതായിരുന്നു. ഇതിൻ്റെ വില കണക്ക് കൂട്ടിയിട്ട് ഒരു കൂലിക്കാരൻ്റെ ഒരു വർഷത്തെ കൂലിക്ക് തുല്യമായി വരും. 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യേശു അതറിഞ്ഞ് അവരോട്, സ്ത്രീയെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്? അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം യേശുക്രിസ്തുവിൻ്റെ നാമം മഹിമപ്പെടാത്ത യാതൊന്നിനും കൊടുക്കുകയോ യാതൊന്നിലും പ്രവർത്തിക്കുകയോ ചെയ്യരുത്. സമൂഹത്തിൽ ഏതെങ്കിലും ഒരു നല്ല പ്രവർത്തനത്തിനാണെങ്കിൽ തന്നെ അതിൽ ഈ ക്രിസ്തുവിൻ്റെ നാമം മഹിമപ്പെടുകയില്ല എന്ന് കണ്ടാൽ, ക്രിസ്തുവിൻ്റെ നാമത്തിലല്ല ചെയ്യുന്നതെങ്കിൽ അതിൽ പങ്കെടുക്കുവാൻ ഞാൻ വിസമ്മതിക്കും. നിങ്ങളൊരു പക്ഷേ എന്നെ വിമർശിച്ചേക്കാം. നാമൊക്കെ ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടതല്ലയോ എന്ന് ചോദിച്ചേക്കാം. എന്തു ചെയ്യാം? നാം അങ്ങനൊരു തീരുമാനം എടുത്തേ മതിയാകൂ. സത്യത്തിൽ അങ്ങനൊരു സൽക്കർമ്മങ്ങൾ, വേണ്ടതുപോലുള്ള പ്രയോജനങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എന്നത് അതിശയിപ്പിക്കുന്ന കാര്യമാണ്. മനുഷ്യർക്ക് അനുഗ്രഹമായി തീരാവുന്ന കാര്യങ്ങൾ ഈ പറയുന്ന സ്നേഹിതർ എന്തെങ്കിലും കൈത്താങ്ങലുകൾ ചെയ്യാറുണ്ടോ? പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ ശുശ്രൂഷിക്കുമ്പോൾ അത് മനുഷ്യർക്ക് പ്രയോജനമുണ്ടാകുന്നതാകും. അതിനെ നല്ല പ്രവൃത്തികളെന്ന് ദൈവം പോലും വിളിക്കും. 11-ാം വാക്യത്തിൽ യേശു പറയുകയാണ്, ദരിദ്രർ നിങ്ങൾക്കെല്ലായ്പ്പോഴും അടുക്കെയുണ്ട്, ഞാൻ നിങ്ങൾക്കെല്ലായ്പ്പോഴും ഇല്ലതാനും. ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവൻ്റെ നാമം മഹിമപ്പെടുകയും ചെയ്യണമെന്നാഗ്രഹിക്കുന്നവരായ നാം വാസ്തവത്തിൽ ഇന്ന് ക്രിസ്തുവിൻ്റെ നാമത്തിൽ അധികമായി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അതും ഇതും ചെയ്ത് സമയം കളയുവാൻ നമുക്കില്ല എന്നോർക്കുക. 12-ഉം 13-ഉം വാക്യങ്ങളിൽ, അവൾ ഈ തൈലം എൻ്റെ ദേഹത്തിന്മേൽ ഒഴിച്ചത് എൻ്റെ ശവസംസ്കാരത്തിനായി ചെയ്തതാകുന്നു. ലോകത്തിലെങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ബഥാനിയയിലെ കുഷ്ഠരോഗിയായിരുന്ന ശിമോൻ്റെ ഭവനം യേശുവിന് പ്രകാശത്തിൻ്റെയും കൂട്ടായ്മയുടെയും സ്ഥലമായി തീർന്നു. പക്ഷേ യെരുശലേം അതിന് വിപരീതമായിരുന്നു. യെരുശലേം വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും സ്ഥലമായിരുന്നു. യേശു വെറുത്തെന്നല്ല, യേശുവിൻ്റെ ശത്രുക്കൾ അവനെ കൊല്ലുവാനായി പദ്ധതി ക്രമീകരിച്ച സ്ഥലമായിരുന്നു യെരുശലേം. യേശുവിൻ്റെ ശുശ്രൂഷയുടെ ഒടുവിലത്തെ ആഴ്ച യേശു ഒരു രാത്രി പോലും യെരുശലേം പട്ടണത്തിൽ ചെലവഴിച്ചില്ല എന്ന് നാം കാണുന്നു. അവൻ ബഥാനിയയിലേക്ക് ചെന്ന് തന്നെ സ്നേഹിച്ച ആ കുടുംബത്തോടൊപ്പം താമസിച്ചു. ഇന്നും യേശു കൂട്ടായ്മ ആചരിക്കുന്നത് തന്നെ ആവശ്യമുള്ളവരോടൊപ്പം, തന്നെ സ്നേഹിക്കുന്നവരോടൊപ്പം മാത്രമാകുന്നു. ബഥാനിയയിൽ അന്ന് മറിയ പൊട്ടിച്ച ആ വെങ്കൽ ഭരണിയിലെ സൗരഭ്യത്തിൻ്റെ കഥ ലോകം മുഴുവൻ നിറച്ചു. യേശു പറഞ്ഞത്, ലോകത്തിലെങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്നത്രേ. ഇതാ ഇപ്പോൾ നമ്മൾ ആ കഥ പറയുന്നില്ലേ? അപ്പോസ്തലന്മാരുടെ പിന്തുടർച്ചക്കാരാകുന്നു എന്ന് ഊറ്റം കൊള്ളുന്ന അനേകരുണ്ട്. എന്നാൽ ബഥാനിയയിലെ മറിയയുടെ പിന്തുടർച്ചക്കാരനായിരിക്കുവാനാണ് എനിക്കേറെ ഇഷ്ടം. യേശുവിൻ്റെ മരണത്തിൻ്റെ അർത്ഥം ശിഷ്യന്മാർ ആരും ഗ്രഹിക്കാതിരുന്ന സമയത്ത് അവൻ്റെ അനുയായികളിൽ അത് പൂർണ്ണമായി ഉൾക്കൊണ്ട ഒരേ ഒരു വ്യക്തി ബഥാനിയയിലെ മറിയ മാത്രമായിരുന്നു.
എല്ലാം സമാപിക്കുന്ന ഒരു സ്ഥാനത്ത് മറിയ നിന്നുവെങ്കിലും അത് കർത്താവ് അറിയുവാൻ അവൾ അവനെ തൈലം പൂശി. മറിയ ആ വിലയേറിയ തൈലം വെറുതെ കളഞ്ഞു അല്ലേ? അല്ല. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ബഥാനിയിലെ മറിയ ഒഴിച്ച് മറ്റ് സ്ത്രീകൾ യേശുവിൻ്റെ മൃതശരീരത്തിൽ സുഗന്ധം പൂശുവാൻ കല്ലറയ്ക്കൽ എത്തിയെന്ന് സുവിശേഷങ്ങളിൽ നാം കാണുന്നുണ്ട്. അങ്ങനെ പൂശുവാൻ അവർക്ക് സാധിച്ചോ? ഇല്ല. അവൻ ആ കല്ലറയിൽ ഉണ്ടായിരുന്നില്ല. അവർ ചെല്ലുന്നതിനു മുമ്പ് ഉയർത്തെഴുന്നേറ്റിരുന്നു. അവനെ സുഗന്ധദ്രവ്യം പൂശുവാനുള്ള ഭാഗ്യം ബഥാനിയിലെ മറിയയ്ക്ക് മാത്രമേ ലഭിച്ചുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ വിലയേറിയ വെങ്കൽ ഭരണി യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളും ഞാനും പൊട്ടിക്കേണ്ടതുണ്ട്. വെളിയിലുള്ള ലോകത്തിന് യേശുവിനെ അറിയില്ല. അതിനാൽ നാം ചെയ്യുന്നത് അവന് മഹത്വം നൽകുന്നതായിരിക്കണം. ഒരു മഹത്വവും നമുക്കാവരുത്. ഈ കാര്യത്തിൽ നാം ഏറെ ശ്രദ്ധിക്കണം. ഇനിയും ഈ പറഞ്ഞ മനോഹര രംഗത്ത് നിന്നും നാം ഇരുണ്ട ഒരു രംഗത്തേക്ക് പ്രവേശിക്കുകയാണ്. 26-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ. അന്ന് പന്തിരുവരിൽ ഒരുത്തനായ യൂദാ ഇസ്കറിയോത്താവ് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന്, നിങ്ങൾ എന്തു തരും? ഞാൻ അവനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവർ അവന് 30 വെള്ളിക്കാശ് തൂക്കിക്കൊടുത്തു. അന്നു മുതൽ അവനെ കാണിച്ചു കൊടുപ്പാൻ അവൻ തക്കം അന്വേഷിച്ചു പോന്നു. ഇസ്കറിയോത്ത യൂദായുടെ ഈ പ്രവൃത്തി ഇരുണ്ടതും ആത്മീയ വീക്ഷണത്തോടെ മറിയ ചെയ്ത പ്രവർത്തനത്തിന് ഘടകവിരുദ്ധവുമായിരുന്നു. യേശുവിനോട് മറ്റുള്ളവർ ചെയ്ത നീചപ്രവൃത്തികളിൽ ഏറ്റവും അധപ്പതിച്ചത് യൂദായുടെ പ്രവർത്തനമായിരുന്നു. യേശുവിനോട് കൂറുള്ളവനായിരിക്കേണ്ടവൻ അവനെ ഒറ്റിക്കൊടുക്കുകയാണ് ചെയ്തത്. മനുഷ്യഹൃദയത്തിലെ ഏറ്റവും നന്മയായതും ഏറ്റവും മോശമായതും ക്രൂശ് വെളിച്ചത്ത് കൊണ്ടുവരുന്നു. നാം വായിച്ചത് അന്നു മുതൽ അവനെ കാണിച്ചു കൊടുപ്പാൻ അവൻ തക്കം അന്വേഷിച്ചു പോന്നു എന്നത്രേ. യേശുക്രിസ്തു തനിയെയാകുന്ന സാഹചര്യത്തിൽ അവനെ അറസ്റ്റ് ചെയ്യുവാനാണ് പരിപാടി ഇട്ടത്. അതായത് പുരുഷാരം അവനെ വിട്ടുപോയി കഴിയുമ്പോൾ അവനെ അറസ്റ്റ് ചെയ്യുക. അപ്രകാരം ഒരു സമയത്തിന് വേണ്ടിയാണ് യൂദാ കാത്തിരുന്നത്. 17 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു. നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ ഒരുക്കേണ്ടത് എവിടെ എന്ന് ചോദിച്ചു. അതിനവൻ പറഞ്ഞത്, നിങ്ങൾ നഗരത്തിൽ ഇന്നവൻ്റെ അടുക്കൽ ചെന്ന്, എൻ്റെ സമയം അടുത്തിരിക്കുന്നു, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി നിൻ്റെ അടുക്കൽ പെസഹ കഴിക്കുമെന്ന് ഗുരു പറയുന്നു എന്ന് പറവീൻ. ശിഷ്യന്മാർ യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. പെസഹ ഒരുക്കി. യേശു തൻ്റെ സ്വന്തമായവരുമായി മാളികമുറിയിലേക്ക് കയറിപ്പോകും. അവിടെ വെച്ച് ഒരാൾ തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് പരസ്യം ചെയ്യും. 20 മുതലുള്ള വാക്യങ്ങളിൽ, സന്ധ്യയായപ്പോൾ അവൻ 12 ശിഷ്യന്മാരോടുകൂടെ പന്തിയിലിരുന്നു. അവർ ഭക്ഷിക്കുമ്പോൾ അവൻ, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അത്യന്തം ദുഃഖിച്ചു. ഞാനോ കർത്താവേ എന്ന് ഓരോരുത്തൻ പറഞ്ഞു തുടങ്ങി. തിന്മ ചെയ്യുവാനുള്ള കഴിവ് തൻ്റെ ഹൃദയത്തിലുണ്ടെന്ന ബോധം ഓരോ ശിഷ്യനിലും ഉണ്ടായി. ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുവാൻ ആവശ്യമായത് തന്നിലുണ്ടെന്ന് ഓരോ വ്യക്തിയും അറിഞ്ഞിരുന്നു എന്നവരുടെ ചോദ്യം കൊണ്ട് വ്യക്തമാണ്. പ്രിയ സുഹൃത്തെ, നിങ്ങളുടെ ജീവിതത്തിലും ഹൃദയത്തിലും ഉള്ളതായ ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നിങ്ങളും ഞാനും അത്രത്തോളം അധമന്മാരാണ്. ഞാൻ അങ്ങനൊന്നും ചെയ്യില്ല എന്ന് നിങ്ങൾ ഒരുപക്ഷെ വാദിച്ചേക്കാം. വാസ്തവത്തിൽ അത് ശരിയാണോ? ഇപ്പോൾ തന്നെ നാം കരുണയ്ക്കായി ദൈവത്തോട് നിലവിളിക്കേണ്ടിയിരിക്കുന്നു. അവിടുത്തെ കരം എൻ്റെ മേലില്ല എങ്കിൽ അടുത്ത 5 നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഞാൻ അവനെ തള്ളിപ്പറയും. നിങ്ങളും എന്നിൽ നിന്നും വ്യത്യസ്തനല്ല എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയുള്ള ചിന്ത നമ്മെ ക്രിസ്തുവിനോട് കൂടുതൽ അടുപ്പിക്കുവാൻ സഹായിക്കുന്നതാകും. 23 മുതലുള്ള വാക്യങ്ങളിൽ അവൻ ഉത്തരം പറഞ്ഞത്, എന്നോടുകൂടെ കൈ താലത്തിൽ മുക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും. തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ പോകുന്നു. സത്യം, മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ ഹാ കഷ്ടം. ആ മനുഷ്യൻ ജനിക്കാതിരുന്നു എങ്കിൽ അവന് കൊള്ളായിരുന്നു. എന്നാറേ അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദാ, ഞാനോ റബി എന്ന് പറഞ്ഞതിന് നീ തന്നെ എന്ന് അവൻ പറഞ്ഞു. മറ്റ് ശിഷ്യന്മാർ യേശുവിനെ കർത്താവേ എന്ന് വിളിച്ചപ്പോൾ യൂദാ അങ്ങനെ വിളിച്ചില്ല എന്നത് സത്യമാണ്.
യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് വെച്ച് നോക്കിയാൽ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിന് 30-ാം വാക്യത്തിൽ, ഇത്രയും ആയപ്പോൾ യൂദ അവൻ ഇരുന്ന മുറി വിട്ട് വെളിയിൽ പോയി എന്നാണ്. 26 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു, വാങ്ങി ഭക്ഷിപ്പീൻ, ഇതെൻ്റെ ശരീരമെന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രമെടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു, എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുന്ന ആൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. മങ്ങിക്കൊണ്ടിരുന്ന കെട്ടടങ്ങിയ ചാരത്തിന്മേൽ നമ്മുടെ കർത്താവ് തിരുവത്താഴം അനുഷ്ഠിക്കുന്നതായി 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു. പെസഹ ആചരിക്കുമ്പോൾ പാനപാത്രം 7 പ്രാവശ്യം നൽകുക പതിവായിരുന്നു. അവസാനത്തെ പ്രാവശ്യമായിരിക്കാം യേശു ഈ പറഞ്ഞ തിരുവത്താഴം അനുഷ്ഠിച്ചത്. പെരുന്നാളിൽ അവർ 116 മുതൽ 118 വരെയുള്ള സങ്കീർത്തനങ്ങൾ പാടുക പതിവായിരുന്നു. നിങ്ങൾ ആ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവും ആ പ്രത്യേകമായ രാത്രിയിൽ ഈ സങ്കീർത്തനങ്ങൾ പാടിയിരുന്നു എന്ന കാര്യം ഓർക്കണം കേട്ടോ. ആ സമയം അവിടുന്ന് തൻ്റെ ഓർമ്മയ്ക്കായി ഒരു സ്മാരകം കൊണ്ടുവയ്ക്കുന്നു. അത് ഓടുകൊണ്ടോ മാർബിൾ കൊണ്ടോ ഉണ്ടാക്കിയതല്ല, പിന്നെയോ താൽക്കാലിക വസ്തുക്കളായ അപ്പവും വീഞ്ഞും കൊണ്ടുണ്ടാക്കിയ സ്മാരകമായിരുന്നു അത്. അവ രണ്ടും അവൻ്റെ വരവ് വരെയും അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. 29-ഉം 30-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുന്ന ആൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. 1000 ആണ്ട് വാഴ്ചയിൽ പെസഹ വീണ്ടും ആചരിക്കപ്പെടും. യേശു കർത്താവ് പറഞ്ഞത് എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുന്ന നാൾ വരെ എന്നാണ്. അങ്ങനെ വരുമ്പോൾ അന്നത്തെ പെസഹ പിൻപോട്ട് നോക്കി ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെ ഓർക്കുന്നതായിരിക്കും. നൂറ്റാണ്ടുകളായി ക്രിസ്തുവിൻ്റെ വരവിനെ നോക്കി ആചരിച്ചു വന്ന പെസഹ സഹസ്രാബ്ദ വാഴ്ചയിൽ പിൻപോട്ട് നോക്കി അവൻ്റെ വരവിനെ ആഘോഷിക്കും. എത്ര വലിയ ഒരു പദവിയിലേക്കാണ് കർത്താവ് നമ്മെ നയിക്കുന്നത്. ആ അനുഗ്രഹം നിങ്ങൾക്കും ആയിത്തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. മാനവജാതിക്കുള്ള ഏറ്റവും വിലയേറിയതും ശ്രേഷ്ഠവുമായ സന്ദേശമാണ് സുവിശേഷം. ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം ഓർമ്മിക്കപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞ ഒരു സംഭവമാണ് ബഥാനിയയിലെ ശീമോൻ്റെ വീട്ടിലുണ്ടായത്. ക്രിസ്തുവിന് വേണ്ടി തനിക്കുണ്ടായിരുന്നതെല്ലാം സമർപ്പിക്കുമ്പോൾ താൻ എത്ര മഹത്തായ ഒരു ശുശ്രൂഷയാണ് ചെയ്തതെന്ന് ആ സ്ത്രീ അറിഞ്ഞില്ല. അതുപോലെ തന്നെ ക്രിസ്തുവിനെ സ്നേഹിച്ചുകൊണ്ട് നാം ചെയ്യുന്ന ശുശ്രൂഷകളുടെ യഥാർത്ഥ മഹത്വവും ഫലവും ഇപ്പോൾ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ നമുക്കാവില്ല. എന്നാൽ അവയുടെ വിലയും പ്രാധാന്യവും നിത്യതയിൽ വ്യക്തമായി വെളിപ്പെടും.